ഇന്നലെ സ്വയം വെടിവെച്ച് മരിച്ച CJM ഗ്രൂപ്പിൻ്റെ ചെയർമാൻ ദുബായ് KMCCക്ക് വേണ്ടി ചെയ്തു കൊടുത്തതെന്ന് കേട്ടു നോക്കിയേ. ഈ കൊല്ലം കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ 20th ആനിവേഴ്സറി ആണ്. അപ്പോ അത് പ്രമാണിച്ചിട്ട് ഞാൻ 20 വെൽ ഐ എം സ്പോൺസറിങ് 60 ലക്ഷം രൂപ നാളെ പണി തുടങ്ങിക്കോളൂ. എവിടെ വേണമെങ്കിലും ചെയ്തോളൂ. 60 ലക്ഷം രൂപ കോൺഫിഡന്റ് ഗ്രൂപ്പ് ഈ പദ്ധതിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ദുബായ് KMCCയുടെ ഒരു മഹത്തരമായിട്ടുള്ള പദ്ധതി, ഒരു കുടിവെള്ള പദ്ധതി, 200ഓളം കിണറുകൾ കേരളത്തിൽ. നിറഞ്ഞ കൈകളോടെ നമുക്ക് ഈ ഒരു പദ്ധതിക്ക് എല്ലാവിധ ആശംസകളും പകരാം. ഈ കഴിഞ്ഞ മാസം ഡിസംബർ 2025 ദുബായ് KMCCയുടെ പരിപാടിയിൽ CJ റോയ് 60 ലക്ഷം രൂപ ദുബായ് KMCC പ്രഖ്യാപിച്ച കിണറുകൾ ആക്കാനായിട്ട് നൽകാമെന്ന് കൊടുത്തത് കേട്ടോ. കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ 20ാമത്തെ വാർഷികത്തോടനുബന്ധിച്ച് ഈ ഒരു പേയ്മെന്റ് വരെ കൈമാറുന്നതാണെന്ന് പറഞ്ഞ് എത്രത്തോളം കാരുണ്യ പ്രവർത്തനമായിട്ടുള്ള അദ്ദേഹം ഇന്ന് ഈ ലോകത്തില്ല. ശരിക്കും പറയുകയാണെങ്കിൽ എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോക മലയാളികൾ ഇദ്ദേഹത്തിന്റെ മരണത്തെ നെട്ടലോടുകൂടിയാണ് കാണുന്നത്. ശരിക്കും ഇതിൽ എന്തൊക്കെ ദുരൂഹത ഉണ്ടോ എന്നുള്ളത് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇത്രത്തോളം പൈസയും ഇത്രത്തോളം പവറുമുള്ള ഒരാളെ പെട്ടെന്നൊരു നിമിഷത്തിൽ ആത്മഹത്യ ചെയ്യാന്ന് പറയുന്നത് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യമാണ്. എന്തായാലും സമഗ്രമായ അന്വേഷണം നടത്തണം. ഇതുപോലെയുള്ള ഇത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ഒരാൾ, ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്ന ഒരാൾ, ഇത്രയും വലിയ വലിയ പദവിയിൽ നിൽക്കുന്ന ഒരാൾ ഇങ്ങനെ ചെയ്യുന്നതിൽ ദുരൂഹത ഉണ്ടോ എന്നുള്ളത് ഇന്നും ചോദ്യം തന്നെയാണ്. വെറും ഒരു IT റെയ്ഡിന്റെ പേരിൽ ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുമെന്ന് എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല. എന്തായാലും സമഗ്രമായിട്ടുള്ള അന്വേഷണം നടക്കണം. അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ മരണം എന്നുണ്ടെങ്കിൽ എത്രത്തോളം അദ്ദേഹത്തിന്റെ മനസ്സ് വേദനിച്ചിട്ടുണ്ടാവൂലേ. എന്തായാലും സമഗ്രമായ അന്വേഷണം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് നീതി കിട്ടട്ടെ. ഇത്രയും കാരുണ്യ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയൊരു മനസ്സിന് ഉടമസ്ഥന് കൂടിയാണ് എന്നുള്ളതാണ് ഞാനിപ്പോ ഇതിവിടെ ഓർമ്മപ്പെടുത്താനുള്ള കാരണം കേട്ടോ. സമാധാനത്തിനായി ഇന്ത്യയിലെ മതേതരത്വത്തിൻ്റെ ശക്തനായ നേതാവുമായ ആദരണീയരായ MK സ്റ്റാലിൻ അവർകളെ, മുസ്ലിം ലീഗ് ദേശീയ അധ്യക്ഷൻ, നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ഖാദർ മൊയ്തീൻ സാഹിബ് അവർകൾ, വേദിയിലെ മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, തമിഴ്നാട് സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി ഇവിടെ കുംഭകോണത്ത് സംഘടിപ്പിച്ചിട്ടുള്ള ഈ മഹാസമ്മേളനത്തിൽ പ്രതിനിധിയായി പങ്കെടുക്കുവാനും ബഹുമാന്യ വ്യക്തിത്വങ്ങൾ സന്നിഹിതരായിട്ടുള്ള ഈ വേദിയിൽ കടന്നു വരുവാനും സാധിച്ചതിൽ ഏറെ സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ട്. നമ്മളെല്ലാവരും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേൾക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ സമയം കവർന്നെടുക്കുന്നില്ല. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ദ്രാവിഡ മുന്നേറ്റ കഴകവും പതിറ്റാണ്ടുകളായിട്ടുള്ള ബന്ധമാണ് എന്ന് നമുക്കറിയാം. ഇന്നലെയോ തുടങ്ങിയിട്ടതല്ല. അരിഞ്ചർ അണ്ണാദുരി അവറുകളുടെയും കലയിഞ്ചറുടെയും കാലഘട്ടം തൊട്ട് ഇപ്പോൾ ആദരണീയനായ ദളപതി MK സ്റ്റാലിൻ്റെ നേതൃത്വത്തിലൂടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും ദ്രാവിഡ മുന്നേറ്റ കഴകവും തമ്മിലുള്ള ബന്ധം സുദൃഢമായി തുടരുകയാണ്. നമ്മുടെ ദേശീയ പ്രസിഡന്റ് മഹാനായ ഖാദർ മൊയ്തീൻ സാഹിബ്, അദ്ദേഹവും DMK നേതാക്കളും തമ്മിലുള്ള സ്നേഹബന്ധം അത് തമിഴ്നാടിൻ്റെ കേവലം ഒരു രാഷ്ട്രീയ ബന്ധം മാത്രമല്ല, അത് തമിഴ്നാടിൻ്റെ മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും ഭരണഘടനാ സംരക്ഷണത്തിൻ്റെയും മാർഗത്തിൽ ഉള്ളൊരു വലിയ ശക്തിയായിട്ടാണ് നമുക്കതിനെ ചൂണ്ടിക്കാണിക്കുവാൻ കഴിയുക. ഇന്ന് രാജ്യം നേരിടുന്ന കടുത്ത വെല്ലുവിളി എന്നുള്ളത് അകൽച്ചയുടെ
രാഷ്ട്രീയമാണല്ലോ. ജാതിയുടെ മതത്തിൻ്റെ ഒക്കെ പേരിൽ, ഭക്ഷണ രീതിയുടെ പേരിൽ, വസ്ത്രധാരണത്തിൻ്റെ പേരിൽ എല്ലാം ഭിന്നിപ്പും അകൽച്ചയും ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയമാണ് ദേശീയ തലത്തിൽ നടപ്പാക്കുവാൻ ഫാസിസ്റ്റുകൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ തെന്നിന്ത്യയിൽ ശക്തമായി എതിർക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. തെന്നിന്ത്യയുടെ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ആ വലിയ മുന്നേറ്റത്തിന് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സമാദരണീയനായ MK സ്റ്റാലിൻ അവറുകളോടുള്ള നമ്മുടെ ഏറ്റവും വലിയ സ്നേഹവും കടപ്പാടും. കേരളവും തമിഴ്നാടും ശക്തമായിട്ട് തന്നെ ഫാസിസത്തെ പ്രതിരോധിച്ചിട്ടുണ്ട്. ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിലും നമുക്കത് രേഖപ്പെടുത്തേണ്ടതുണ്ട്. നമുക്ക് അതിൽ ശക്തിയായി ഉറച്ച് നിൽക്കേണ്ടതുണ്ട്. അതിന് തമിഴ്നാടിനെ ശക്തിപ്പെടുത്താൻ, തമിഴ് ജനതയെ ശക്തിപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ കുംഭകോണത്ത് ഈ വലിയ സമ്മേളനത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. മതേതരത്വം സംരക്ഷിക്കുന്നവരോടൊപ്പം നിലനിൽക്കുക എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ കടമ. ഇത് മഹാനായ ഖായിദ് മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, അദ്ദേഹമാണ് നമുക്ക് ഈ പാത കാണിച്ചു തന്നത്. ഇവിടുത്തെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് രാഷ്ട്രീയമായി സംഘടിക്കണം എന്ന് നമ്മളോട് ആവശ്യപ്പെട്ടു ഖായിദ് മില്ലത്തിൻ്റെ ആവശ്യം തമിഴ്നാട്ടിലെയും കേരളത്തിലെയും സമൂഹം ഏറ്റെടുക്കുകയും മുസ്ലിം ലീഗിൻ്റെ രാഷ്ട്രീയ പാതയിൽ അവർ ഉറച്ചു നിൽക്കുകയും ചെയ്തു. മഹാനായ ഖായിദ് മില്ലത്തിന് പാർലമെൻറ്റിലേക്ക് കടന്നു വരാനും പാർലമെൻറ്റിൽ ഇന്ത്യൻ ന്യൂനപക്ഷത്തിൻ്റെ ശക്തമായ ശബ്ദമായി ആഞ്ഞടിക്കുന്നതിനും കേരളത്തിലെ ജനത മഹാനായ ബാഫക്കി തങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ നടത്തിയ ആ വലിയ പിന്തുണയും പിൻബലവും അത് ഖാദർ മൊയ്തീൻ സാഹിബിലൂടെയും നമുക്ക് തുടരുവാൻ സാധിക്കുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതലായിട്ട് ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെ ഈ മഹത്തായ സമ്മേളനം നമുക്ക് വലിയ ആർജവം പകരുന്നു, നമുക്ക് വലിയ ആവേശം പകരുന്നു. വരാനിരിക്കുന്ന ഇന്ത്യയിലേക്ക് ദളിത് ന്യൂനപക്ഷ സമൂഹങ്ങളുടെ മുന്നേറ്റം, ദ്രാവിഡ മുന്നേറ്റ കഴകത്തിൻ്റെ സമാദരണീയനായ നേതാവ് ശ്രീ MK സ്റ്റാലിനിലൂടെ ഉറച്ച ശബ്ദത്തിൽ നമുക്ക് രാജ്യത്തിന് മുമ്പിൽ അലയടിപ്പിക്കുവാൻ സാധിക്കണം എന്ന് മാത്രം ഇവിടെ നിങ്ങളോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ജയ്.